നമസ്കാരം. തീമാറ്റിക് മ്യൂച്വൽ ഫണ്ടുകൾ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. തീമാറ്റിക് മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ അതിന് ഇത്രയും ലാഭം എങ്ങനെയാണ് കൊടുക്കാൻ പറ്റണേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. തീമാറ്റിക് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീമാറ്റിക് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു ഫണ്ടാണ് എന്നൊരു ധാരണയോടുകൂടി തന്നെ വേണം ഈ ഒരു ഫണ്ടിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വിപണിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ചിട്ട് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ധാരണകൾ അല്ലെങ്കിൽ ആൾക്കാർക്ക് കിട്ടുന്ന ധാരണകൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിപണിനെ സ്വാധീനിക്കാറുണ്ട്. അതിനെ നറേഷൻസ് എന്നാണ് പൊതുവെ പറയാറുണ്ടാവുക. ഈ നറേഷൻസ് ആണ് ഏതെങ്കിലും ഒരു മേഖല പ്രത്യേകിച്ച് വളരുന്നുണ്ടോ അല്ലെങ്കിൽ അതിന് സാധ്യതയുണ്ടോ എന്നൊക്കെ നമ്മൾ മാർക്കറ്റിൽ കേൾക്കാറുണ്ടാവും. ഓരോ സമയത്തും ഓരോ മേഖലക്കായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ വലിയ സാധ്യത കൊടുക്കുന്നുണ്ടാവുക. അത് വേണമെങ്കിൽ നമുക്ക് ഡിഫൻസിൽ വേണമെങ്കിൽ പറയാൻ പറ്റും, സെമി കണ്ടക്ടേഴ്സിൻ്റെ മേഖലകളിൽ പറയാൻ പറ്റും, ഇപ്പോൾ നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയിൽ പറയാൻ പറ്റും. ഇതൊക്കെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു മേഖലയായിട്ട് ഒരു തീമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന മേഖലകളാണ്. ഇവിടെ ഡിഫൻസിന് വലിയൊരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ സെമി കണ്ടക്ടേഴ്സിൻ്റെ കാലമാണ് എന്നൊക്കെ മാക്രോ എക്കണോമിക്കൽ സ്റ്റഡി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക വിവരം അല്ലെങ്കിൽ അറിവിനെ, അതിന് നമുക്ക് നറേറ്റീവായിട്ടുള്ള സ്റ്റോക്സ് എന്ന് പറയാൻ പറ്റും. ഈ നറേറ്റീവ് സ്റ്റോക്സിനെയാണ് ശരിക്കും പറഞ്ഞാൽ തീമാറ്റിക് ആയിട്ടുള്ള ഫണ്ടുകൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നുണ്ടാവുക. ഇവിടെ മനസ്സിലാക്കേണ്ടത് എപ്പോൾ ഒരു ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ബിസിനസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വളർച്ചയായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു മേഖലക്കാണ് സാധ്യതയെങ്കിൽ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു മേഖലക്കാണ് സാധ്യതയെങ്കിൽ, ആ ഒരു മേഖലകളിൽ ഈ വരുന്ന കാലത്ത് വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന് നമുക്ക് മുൻകൂട്ടി അറിയേണ്ട ഒരു കാരണം അവിടെ നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താണ് ഈ പറയുന്ന മേഖലയ്ക്ക് ട്രെൻഡിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, എപ്പോഴും സെൻറ്റിമെൻ്റലായിട്ട് മാത്രമുള്ള ഒരു മാർക്കറ്റായിട്ട് നമുക്ക് ഈ ഒരു മേഖലയെ കാണാൻ പറ്റും. സെൻറ്റിമെൻ്റലായിട്ട് ഉണ്ടാകുന്ന മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ? സെൻറ്റിമെൻറ്റ്സ് മാറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു മേഖലക്കും വലിയൊരു മാറ്റം ഉണ്ടാവും. അതായത് ഈ മേഖലയുടെ ഏറ്റവും വലിയ റിസ്ക് എന്താ വെച്ചാൽ, രണ്ട് കാര്യങ്ങൾ വളരെ പരമപ്രധാനമായിട്ട് ഈ പറയുന്ന മേഖലകളിൽ നമ്മൾ നിർബന്ധമായിട്ടും അറിയേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴാണ് എൻട്രി ചെയ്യേണ്ടത്, വെൻ ടു എൻട്രി, അല്ലെങ്കിൽ എപ്പോഴാണ് സ്റ്റോക്കുകൾ വാങ്ങേണ്ടത് എന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, അതിനേക്കാൾ പ്രധാനം, എപ്പോഴാണ് എക്സിറ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഈ ഷെയറുകൾ വിറ്റ് ഒഴിവാക്കേണ്ടത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ മിക്ക ആൾക്കാർക്കും വരുന്ന പ്രശ്നം, സാധനങ്ങൾ വാങ്ങുന്നത് ചിലപ്പോൾ ട്രെൻഡിൻ്റെ കൂടി ആയിരിക്കും, ഇനിയും നല്ലൊരു സമയം കാത്തു നിൽപ്പുണ്ട് എന്നുള്ള ഒരു ധാരണ, ഒരു മിഥ്യാധാരണയുടെ മുകളിൽ വിൽക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും. സോ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാർക്കറ്റ് നഷ്ടം കൊടുക്കാനും സാധ്യതയുള്ളൊരു മേഖലയാണ് തീമാറ്റിക് ആയിട്ടുള്ള മേഖല എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കഴിഞ്ഞ ഒരു 10 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, 3-4 തവണ അവിടെ ബാങ്കിങ് സെക്ടറുകൾ വലിയ രീതിയിൽ, ബാങ്കിങ് തീമാറ്റിക് ഫണ്ടുകൾ വലിയ രീതിയിലുള്ള ഗ്രോത്ത് കൊടുത്തിട്ടുണ്ട്. ഫാർമ ഫണ്ടുകൾ ഒരു 3ഓളം തവണ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി 1 തവണ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത മേഖല ഏതാണ് എന്ന് നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടെങ്കിൽ ആ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വലിയ രീതിയിലുള്ള റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ, അടുത്ത മേഖല ഏതാണ് എന്നുള്ളത് വളരെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം അതിന് ബേസിക് ആയിട്ടുള്ള വിപണിജ്ഞാനം അല്ലെങ്കിൽ മാർക്കറ്റ് അവയർനെസ് മാത്രം ഉണ്ടായാൽ പോരാ, മാക്രോ എക്കണോമിക്കൽ ആയിട്ടുള്ള അപ്രോച്ചുകൾ നമുക്ക് നിർബന്ധമായിട്ടും ഈ പറയുന്ന മേഖലയ്ക്ക് ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നമാണ് എപ്പോഴും നമുക്ക് ഈ പറയുന്ന മേഖലയ്ക്ക് ഉണ്ടാവാറുള്ളത്. ഹൈ റിസ്ക് ഹൈ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഏറ്റവും കൂടുതൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫണ്ടിനാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇവിടെയാണ് തീമാറ്റിക് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സിൻ്റെ പ്രത്യേകതയുള്ളത്. തീമാറ്റിക് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഫണ്ട് മാനേജേഴ്സ് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ടോപ്പ് ഡൗൺ എന്ന് പറയുന്ന ഒരു അപ്രോച്ചിലാണ് ആക്ച്വലി ഈ പറയുന്ന കാറ്റഗറീനെ ഫണ്ട് മാനേജേഴ്സ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ടാവുക. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, എല്ലാ മേഖലയും വിശാലമായി പരിശോധിച്ച ശേഷം മാത്രം, മാർക്കറ്റിലുള്ള ഇൻഫ്ലേഷനും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം മാത്രമുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ പറഞ്ഞ തീമാറ്റിക് ഫണ്ടുകൾക്ക് ഉണ്ടാവുക. സോ അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു റിസ്ക്കും എടുക്കാതെ, അല്ലെങ്കിൽ റിസ്ക് കമ്പാരിറ്റീവ്ലി മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫണ്ട് മാനേജേഴ്സ് എടുക്കുന്നു എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള റിസ്ക് എടുക്കാതെ തന്നെ സാധാരണക്കാർക്കും ഇതുപോലെയുള്ള തീമിൻ്റെ ഭാഗമാവാൻ പറ്റും. നല്ല രീതിയിലുള്ള റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും കാരണവശാൽ ആ ഒരു തീമിനൊരു നഷ്ടം സംഭവിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് മാറുകയാണെങ്കിൽ സെൻറ്റിമെൻ്റൽ അപ്രോച്ച് വെച്ചിട്ട് ഇവിടെ നമ്മൾ നിർബന്ധമായിട്ടും എക്സിറ്റ് എപ്പോഴാണെന്ന് മനസ്സിലാക്കി എക്സിറ്റ് ചെയ്യാന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അതും കൃത്യമായിട്ട് നല്ലൊരു കൺസൾട്ടൻറ്റിൻ്റെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ക്ലിയറായിട്ട് മനസ്സിലാക്കി തരാൻ പറ്റും. ഇങ്ങനെയുള്ള ഫണ്ടുകളെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കൂടുതൽ അറിവ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഫണ്ടിനെ പറ്റി അറിയായിരുന്നോ, നിലവിൽ ചെയ്തിട്ടുണ്ടോ,
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻ്റായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുകയാണ്. താങ്ക്